മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രാമായണത്തെക്കുറിച്ച് 4 സന്ദേശം. രാമായണം എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. വാൽമീകി മഹർഷി രാമായണം, ദേവരാമായണം എന്ന് പറഞ്ഞ 1,00,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന രാമായണത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതി ഗായത്രി മന്ത്രത്തിൻ്റെ 24 അക്ഷരങ്ങളെ അതിന് സമാന്തരമായിട്ട് 24,000 ശ്ലോകങ്ങൾ എഴുതി. ആ രാമായണം ഉണ്ടായത് ഒരു നെഗറ്റീവിൽ നിന്നാണ്. ഒരു വേടൻ 2 പക്ഷികളിൽ ഒരെണ്ണത്തിനെ അമ്പെയ്ത് വീഴ്ത്തി അത് താഴെ വീണ് പെടഞ്ഞ് മരിക്കുന്ന ആ ദുഃഖകരമായ സീനാണ് കാട്ടാളനായിരുന്ന രത്നാകരൻ തപസ്സിലൂടെ വാൽമീകി മഹർഷിയായി മാറി ആ വാൽമീകിയുടെ മനസ്സിലുണ്ടാക്കിയ വേദനയാണ് പിന്നീട് മര്യാദാ പുരുഷനായ രാമനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തരായ 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളായ വാൽമീകി രാമായണമായി മാറിയത്. ആരംഭം ദശരഥൻ ചെയ്ത 2 തെറ്റുകളാണ്. ഒന്ന്, രാജാക്കന്മാര് നായാട്ടിന് പോകുന്നത് മൃഗങ്ങളെ കൊല്ലാനോ അതിൻ്റെ മാംസം കഴിക്കാനോ അല്ല. സിംഹം, കരടി, പുലി, ചെന്നായ തുടങ്ങിയ ക്രൂര മൃഗങ്ങളെ കാട്ടിൽ നേരിടുമ്പോൾ അത് തിരിച്ചു പ്രതികരിക്കുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അതിനെ കൊല്ലണം എന്നുള്ളത് ഒരു രാജാവ് ശത്രു രാജ്യങ്ങളിലെ സൈന്യങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ അപ്പ ചങ്കൂറ്റം ലഭിക്കാനാണ് രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട നിയമം സൂര്യാസ്തമയത്തിന് ശേഷം നായാട്ടിന് പോവരുത്. ഇപ്പൊ പറഞ്ഞ ഹിംസ്ര ജന്തുക്കളെ അല്ലാതെ കൊല്ലാനോ നേരിടാനോ അമ്പെയ്യാനോ പാടില്ല. ഇത് 2ഉം ദശരഥൻ ലംഘിച്ചു. ശബ്ദം കേട്ടിട്ടാണ് ആനയാണെന്ന് ധരിച്ചത്, അതിനെ കണ്ടിട്ടല്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇരുട്ടിന്റെ മറവില് താൻ അമ്പെയ്തപ്പോൾ ഏറ്റത് ആനയ്ക്കായിരുന്നില്ല, മുനികുമാരനായിരുന്നു, ശ്രവണകുമാരന്. അവനവന്റെ നാശത്തിന് കാരണം അവനവൻ ചെയ്യുന്ന തെറ്റാണ്. അതിൻ്റെ തുടക്കം ആണ് ദശരഥ മഹാരാജാവ് ഒന്ന്, സൂര്യാസ്തമയത്തിന് ശേഷം ധർമ്മശാസ്ത്രത്തിലെ നിയമം ലംഘിച്ച് 2, ഹിംസ്ര ജന്തുക്കൾക്ക് നേരെ എയ്യേണ്ട അമ്പ് അത് നേരെ ആനയ്ക്ക് നേരെ ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് നേരെ ചെയ്തു. അതേറ്റ മുനികുമാരൻ, ശബ്ദശാസ്ത്രത്തിൽ ഏറ്റവും വിവരമുള്ള ദശരഥൻ, കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയി. എത്ര വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും അറിവുള്ളവനാണെങ്കിലും ചിലപ്പോൾ അറിവ് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല. ഓർമ്മിക്കുക, രാമായണം ഉണ്ടായതൊരു നെഗറ്റീവിനെ പോസിറ്റീവാക്കിയതാണ്. 2, ദശരഥന്റെ ഗതികേടിന് കാരണം ദശരഥൻ 2 നിയമങ്ങൾ ലംഘിച്ചതാണ്. 3, അറിയാതെ പോലും ധരിച്ചേക്കരുത് എൻ്റെ അറിവ് എനിക്ക് എല്ലായ്പ്പോഴും പ്രയോജനപ്പെടുമെന്ന്. ചിലപ്പോൾ നല്ല അറിവുള്ളത് പോലും പ്രയോജനപ്പെടാതെ പോയി എന്ന് വരും. ഇതാണ് രാമായണത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സന്ദേശം.
പ്രണാമം, നമസ്കാരം.